السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷ്മതയോടുകൂടി പാലിച്ച് ജീവിക്കുവാൻ എല്ലാ സന്ദർഭങ്ങളിലും ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഏതാനും ആഴ്ചകളായി നാം പറഞ്ഞു വന്ന മനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിലെ അവസാനത്തെ പ്രവർത്തനം, 12ാമത്തെ പ്രവർത്തനമായ വറഇനെ കുറിച്ചാണ് നാം സംസാരിച്ചു വരുന്നത്. ഇത് ഏകദേശം ഈ പരമ്പരയിലെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും. 12 കാര്യങ്ങളാണ് നാം പഠിച്ചത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ 11 പടികൾ കയറി 12ാമത്തെ പടിയായ വറഅ് എന്ന സ്റ്റെപ്പിൽ കയറി നിൽക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സ് ഭക്തി കൊണ്ട് നിറയുകയും സ്വയം സമാധാനിക്കാവുന്ന രൂപത്തിലുള്ള ഒരവസ്ഥ അവന്റെ മനസ്സിന് ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് വറഇന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് നിർവചനങ്ങൾ അതിന് നാം പറഞ്ഞു. മൊത്തത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതുപോലെ വറഅ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇംസാഖു അമ്മാ യദുർ ഔ ഖദ് യദുർ, നിർബന്ധമായും തീർച്ചയായും ഉപദ്രവമുണ്ടാക്കുന്ന വിഷയത്തിൽ നിന്ന്, അതുപോലെ തന്നെ ഉപദ്രവമുണ്ടാകാൻ സാധ്യതയുള്ള വിഷയത്തിൽ നിന്ന് മനുഷ്യനവനെ പിടിച്ചുവെക്കുക എന്നതാണ് വറഇന്റെ നിർവചനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. പണ്ഡിതന്മാർ അതിനെ വിഭജിച്ച രൂപം നാം മനസ്സിലാക്കി. മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഈ വറഅ് എന്ന അതിസൂക്ഷ്മത
ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നാം അറിഞ്ഞു. മനുഷ്യന്റെ നോട്ടത്തിലും കേൾവിയിലും വാസനയിലും നാവിലും വയറിലും കൈകളിലും കാലുകളിലും അവന്റെ ലൈംഗികാവയവങ്ങളിലും അവന്റെ ഓട്ടത്തിലും ചാട്ടത്തിലും മുഴുവൻ അവസ്ഥകളിലും ഈ വറഅ് തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശദീകരിച്ചത് നാം ഉദാഹരണ സഹിതം പഠിക്കുകയും അറിയുകയും ചെയ്തു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞുപോയ സമൂഹത്തിൽ വറഅന് ഉണ്ടായ ഉപമ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച സഹീഹിലൂടെ, സഹീഹായ ഹദീസിലൂടെ നാം മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വന്തം ജീവിതത്തിൽ ഈ വിഷയം അതിഗൗരവത്തോടുകൂടി പ്രായോഗികവൽക്കരിച്ചിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സന്ദർഭത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറി വരികയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസൻ ഇഴഞ്ഞ് മുട്ടുകുത്തി വീട്ടിൽ നടക്കുന്നു. ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു കാരക്കയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ കാണുന്നത് ഈ കുഞ്ഞ് ആ കാരക്ക തന്റെ വായയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. തിരുമേനി ഉറക്കെ വിളിച്ചു, കഹ് കഹ്. അത് വേണ്ട വേണ്ട എന്ന അർത്ഥത്തിൽ. ആ ശബ്ദം കേട്ടിട്ട് മുട്ടുകുത്തി ഇഴയുന്ന ഈ കുഞ്ഞ് തന്റെ വായയിലേക്ക് കൊണ്ടുപോകുന്ന കാരക്ക പുറത്തേക്കെറിയണമെന്നാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചത്. അത് തന്നെ സംഭവിച്ചു. എന്നിട്ട് തിരുമേനി ആ കുഞ്ഞിനോട് ചോദിച്ചു. ചോദ്യം കുഞ്ഞിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. അമാ ശഅർത് അന്നനാ ലാ നഅകുലു സദഖ. മോനെ, നിനക്കറിയില്ലേ നമുക്ക് സദഖ തിന്നാൻ പാടില്ല എന്നത്? ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് സക്കാത്തിന്റെ മുതല്, സക്കാത്തിന്റെ സമ്പത്ത് അവർക്ക് തിന്നാൻ പാടില്ല. ഈ കാരക്ക സക്കാത്ത് പിരിച്ചു കൊണ്ടുവന്നതിൽപ്പെട്ടതായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിച്ചത്. ആ ഒരു സൂക്ഷ്മതയാണ്, ആണെങ്കിലോ എന്ന സൂക്ഷ്മതയാണ് ഈ ഒരു കൊച്ചു കുഞ്ഞിനെ പോലും ആ കാരക്ക തിന്നുന്നതിൽ നിന്ന് തടയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേരിപ്പിച്ചത്. ഇവിടെ നമുക്ക് മാതൃകയാകേണ്ട സംഭവമാണ് ഇത് എന്ന് നാം ഓർക്കണം. നാം വറഅനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഹറാമല്ലാത്ത കാര്യം ഹറാമിലേക്ക് എത്തിച്ചേരുമോ എന്ന കാരണത്താൽ നാം ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയെയാണ് വറഅ് എന്ന് പറയുന്നത് എന്ന്. ഈ കാരക്ക സക്കാത്തിന്റെ സമ്പത്തിൽപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറപ്പില്ല, പക്ഷേ ആകാൻ സാധ്യതയുണ്ട് എന്ന കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞത്. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന സഹീഹായ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നു, ഇന്നി ലഅൻഖലിബു ഇലാ അഹ്ലി ഫഅജിദു തംറത സാഖിതതൻ അലാ ഫിറാശി ഫഅർഫഉഹാ ലിആകുലഹാ ثم അഖ്ശാ അൻ തകൂന സദഖ ഫഉൽഖീഹാ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ കാരക്ക കാണാം, അവിടെ എവിടെയുമൊക്കെ വീണ് കിടക്കുന്ന കാരക്ക. അലാ ഫിറാഷി, എൻ്റെ വിരിപ്പിൽ, ഞാനിരിക്കുന്ന വിരിപ്പിൽ കാരക്ക കാണാം. ചിലപ്പോൾ ഞാനത് തിന്നാൻ വേണ്ടി എടുക്കും. സുമ്മ അഖ്ശ, പിന്നീടാണ് എനിക്ക് ഭയം വരിക, അൻ തകൂന സദഖ, അത് സദഖയിൽപ്പെട്ടതാകുമോ സകാത്തിൽപ്പെട്ടതാകുമോ എന്ന ഭയം. ഫഉൽഖീഹാ, അപ്പോൾ ഞാൻ അത് ഒഴിവാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഈ ഹദീസ് വിശദീകരിക്കുന്ന സ്ഥലത്ത് ഇതിന്റെ ഷാരിഹുകൾ വിശദീകരിക്കുന്നവർ പറയുന്നത് ലാ യഅകുലുഹാ മഅ അന്നഹു ജാഇ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാരക്ക തിന്നുകയില്ല,
തിന്നാത്തത് അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടല്ല, മഅ അന്നഹു ജായ, അദ്ദേഹം വിശന്നുകൊണ്ടായിരിക്കും വരിക. എന്നിട്ട് പോലും സൂക്ഷ്മതയുടെ പേരിൽ, വറഇന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരക്ക തിന്നുമായിരുന്നില്ല എന്ന് നമുക്ക് പാഠമാകേണ്ട സംഭവങ്ങളാണ് ഓരോന്നും. ഇനി സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് പാഠമാകേണ്ട അതിശക്തമായ ഒരു സംഭവം സഹാബികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ആയിഷ റളിയല്ലാഹു അൻഹായെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കപ്പെട്ട സംഭവം. സൂറത്തു നൂറിന്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കിയിട്ടുണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഭർത്താവിന്റെ ഏക ഭാര്യയായിരുന്നില്ല, അനേകം ഭാര്യമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഭാര്യയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹായെക്കുറിച്ച് മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ ഇത്തരത്തിലുള്ള അനാവശ്യമായ അപവാദ പ്രചരണങ്ങളുമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ സൗന്ദര്യവതിയും ചെറുപ്പക്കാരിയും കന്യകയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തത് ആയിഷയെ മാത്രമായിരുന്നു. ഈ ആയിഷയോട് സഹഭാര്യമാരുടെ കൂട്ടത്തിൽ കിടപിടിച്ചിരുന്ന, മത്സരിച്ചിരുന്ന ഭാര്യയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളിൽപ്പെട്ട ഇണയായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ ആ സംഭവം പറയുന്നുണ്ട്. ഈ സൈനബ് റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഭാര്യ എന്ന നിലക്ക് പല വിഷയങ്ങളിലും മാത്സര്യം പ്രകടിപ്പിക്കുമായിരുന്നു. ഭർത്താവിനെ ഇഷ്ടപ്പെടുത്തുന്ന വിഷയത്തിൽ, ഇഷ്ടപ്പെടുന്ന ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ, ഇഷ്ടപ്പെടുന്ന സ്വഭാവം കാണിക്കുന്ന വിഷയത്തിൽ സ്വാഭാവികമായും തന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഭാര്യമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തിയെക്കുറിച്ച് നാട്ടിലാകെ അപവാദം പ്രചരിപ്പിക്കുന്നു എന്ന കാര്യം തനിക്ക് നേട്ടമാക്കി മാറ്റാൻ സൈനബ് റളിയല്ലാഹു അൻഹാക്ക് വേണമെങ്കിൽ സാധിക്കുമായിരുന്നു. തിരുമേനി പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ആയിഷയെക്കുറിച്ചുള്ള അപവാദ സംഭവം ഉയർന്നത് എന്ന് നമുക്കറിയാം. ആയിഷ റളിയല്ലാഹു അൻഹ തുടർന്ന് പറയട്ടെ, കാന റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്അലു സൈനബ് ബിൻതു ജഹ്ഷ് അൻ അംരി. ഈ അപവാദം മദീനയിലാകെ കുടികൊള്ളുന്ന സന്ദർഭത്തിൽ എന്നെക്കുറിച്ച് സൈനബ് റളിയല്ലാഹു അൻഹായോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് ഈ സംഭവം പറയുന്നത്. ഫഖാല യാ സൈനബ് മാ അലിംതി മാ റഅയ്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബിനോട് ചോദിക്കും, സൈനബ, നീ കേട്ടില്ലേ വിവരം? ആയിഷയെക്കുറിച്ച് നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ടില്ലേ? നീ അറിഞ്ഞില്ലേ? എന്താണ് നിന്റെ അഭിപ്രായം? സ്വാഭാവികമായും നമുക്കറിയാം, വേണമെങ്കിൽ സൈനബിന് മിണ്ടാതിരിക്കാമായിരുന്നു, മുഖം ചൊളിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയൊക്കെ ഉണ്ടാകാമെന്ന ഭാഷയിൽ ഒന്ന് പുഞ്ചിരിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ ഇവിടെ മറുപടി, യാ റസൂലല്ലാഹ് വല്ലാഹി മാ അലിംതു അലൈഹാ ഇല്ലാ ഖൈറാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവാണേ സത്യം, മാ അലിംതു അലൈഹാ ഇല്ലാ ഖൈറാ, ആയിഷയെക്കുറിച്ച് നല്ലതല്ലാതെ എനിക്കൊന്നും അറിയുകയില്ല എന്ന ഏറ്റവും നല്ല വാക്കാണ്, സംസാരമാണ് സൈനബ് റളിയല്ലാഹു അൻഹ നടത്തിയത്. ആയിഷ ബീവി തന്നെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ഈ സംഭവം പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവം ഉദ്ധരിക്കുന്ന സ്ഥലത്ത് കൂട്ടിച്ചേർക്കുന്ന ഒരു വാചകമുണ്ട്, വഹിയല്ലതി കാനത് തുസാമീനി, വഹിയല്ലതി കാനത് തുസാമീനി ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅസമഹു അല്ലാഹു ബിൽ വറ. ആ സൈനബായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എന്നോട് മത്സരിച്ചിരുന്ന ഭാര്യമാരുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തി. അവരോട് മത്സരിക്കാനായിരുന്നു എനിക്ക് പ്രയാസം, പക്ഷേ അവരെ അല്ലാഹു വറ കൊണ്ട് തന്റെ വിഷയത്തിൽ രക്ഷപ്പെടുത്തി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ വിവരിക്കുന്നു.
ഇവിടെ നമുക്കിതിൽ അതിശക്തമായ പാഠമുണ്ട്. സാമൂഹ്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. നമ്മളൊന്ന് മൗനം ഭജിക്കേണ്ട വിഷയം, നമ്മളൊന്ന് ചിരിച്ചാൽ മതി, അല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി, അല്ലെങ്കിൽ നമുക്കൊക്കെ സംസാരിക്കാൻ അറിയാവുന്നതുപോലെ രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാവുന്ന വാചകങ്ങൾ പറയാം. പക്ഷേ അങ്ങനെയൊന്നും പറയാതെ നന്മ മാത്രം വിചാരിക്കുക എന്നതാണ് വറഅ് എന്നതിന്റെ ഉന്നതമായ രൂപമെന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമോ സഹാബത്തിന്റെ ജീവിത രീതി ഈ വറഅുമായി എത്രമാത്രം ബന്ധപ്പെട്ട് കിടന്നിരുന്നു എന്ന്? ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു വാചകം. വറഅ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അനേകം നിർവചനങ്ങളിലൂടെ നാം മനസ്സിലാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ട വശം, ഹറാമല്ലാത്ത ഒരു കാര്യം, അള്ളാഹു നിരോധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാനത് ചെയ്തു പോയാൽ അത് ഹറാമായ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് കാരണമായി പോകുമോ? നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ എനിക്ക് കാരണമായി പോകുമോ? അതല്ലെങ്കിൽ ഹറാമെന്നോ ഹലാലെന്നോ നിഷിദ്ധമെന്നോ അനുവദനീയമെന്നോ കൃത്യമായി വ്യക്തതയില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ എനിക്ക് കാരണമായി പോകുമോ എന്ന ഭയത്താൽ ഹറാമല്ലാത്ത നിഷിദ്ധമല്ലാത്ത ഒരു കാര്യത്തെ ഉപേക്ഷിക്കുക എന്നതാണ് വറഇന്റെ ഉന്നതമായ രൂപം എന്ന് നാം മറക്കാതിരിക്കുക. ഞാനൊരു സംഭവം കൂടി പറയട്ടെ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട സംഭവം ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ സഹിഹായ സനദിലൂടെ ഉദ്ധരിക്കുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. സമിഅ സൗത സമ്മാറത റാഇൻ, ഒരു ആട്ടിടയൻ പുല്ലാങ്കുഴൽ വായിക്കുന്നത് അദ്ദേഹം കേട്ടു. പുല്ലാങ്കുഴൽ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് ഉപകരണമാണ്. വൽ ഇൻസാനു, നമുക്കറിയാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ അവൻ കേൾക്കുന്നതും അതിലേക്ക് ശ്രദ്ധിക്കുന്നതും രണ്ടെണ്ണമുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നാം കേൾക്കേണ്ടി വരിക എന്നതും കേൾക്കാൻ വേണ്ടി നാം അതിനെ ശ്രദ്ധിച്ചിരിക്കുക എന്നതും രണ്ടുണ്ട്. അറബി ഭാഷയിൽ അത് രണ്ടായി തന്നെ പറയും. ഒന്നിന് സമിഅ എന്ന് പറയും, മറ്റേതിന് ഇസ്തമഅ എന്ന് പറയും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ പാരായണവുമായി ബന്ധപ്പെടുത്തി പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞത് വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു. ഖുർആൻ ഓതുന്നത് കേട്ടാൽ, ഖുർആൻ ഓതപ്പെട്ടാൽ ഫസ്തമിഉ ലഹു, നിങ്ങളത് കേൾക്കുക തന്നെ വേണം, അതിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കണം, കേൾക്കാൻ വേണ്ടിയിരിക്കണം. അതാണ് ഇസ്തമഅ. രണ്ടെണ്ണമുണ്ട് അപ്പോൾ ഇസ്ലാമിൽ. ഒന്ന് കേൾക്കൽ, ഒന്ന് കേൾക്കാൻ വേണ്ടി ചെയ്യൽ. ഒരു പുല്ലാങ്കുഴൽ, ഒരു ഓടക്കുഴൽ വായിക്കുകയാണ് ഒരു ആട്ടിടയൻ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അതിലൂടെ നടന്നു പോവുകയാണ്. പക്ഷേ അദ്ദേഹം അത് കേൾക്കേണ്ടി വരികയാണ്. കേൾക്കാൻ വേണ്ടി അദ്ദേഹം ആരോടെങ്കിലും ഓടക്കുഴലോ പുല്ലാങ്കുഴലോ വായിപ്പിച്ചതല്ല. അത് കേട്ട് അദ്ദേഹത്തിന് ആസ്വാദനമുണ്ടാകുന്നില്ല. ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കേൾക്കുക മാത്രം ചെയ്യുന്നു. ഹദീസ് ഉദ്ധരിക്കുന്ന ഇമാം അഹ്മദ് രേഖപ്പെടുത്തുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വളരെ സ്പീഡിൽ നടന്നുപോയി. എങ്ങനെയാണ് നടന്നു പോയതെന്നോ, കാന യളഉ ഇസ്ബഅൈഹി ഫീ ഉദ്നൈഹി, അദ്ദേഹത്തിന്റെ രണ്ട് ചെവിയിലും അദ്ദേഹം വിരല് വെച്ചുകൊണ്ടായിരുന്നു നടന്നു പോയത്. എന്ന് മാത്രമല്ല, വഅദല റാഹിലതഹു അനി ത്വരീഖ്, അദ്ദേഹം പോയിരുന്ന വഴിയിൽ നിന്ന് വാഹനം തെറ്റിച്ചു. ആ വഴിയിലൂടെ പോയാൽ ഇനിയും അത് കേൾക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് വാഹനം തെറ്റിച്ചു. എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യാ നാഫിഅ അതസ്മഅ. ഓരോ സമയത്തും പോകുമ്പോൾ അദ്ദേഹം കൂടെയുണ്ടായിരുന്ന നാഫിഅനോട് വിളിച്ചു ചോദിക്കുകയാണ്, നാഫിഅ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ ആ ശബ്ദം എന്ന്. അദ്ദേഹം നാഫിഅ അതെ എന്ന് പറയും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ചെവിയിൽ കൈവച്ചുകൊണ്ട് ആ കൈ എടുക്കാതെ നടന്നു പോകും. ഏതുവരെ എന്ന് ചോദിച്ചാൽ, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഇമാം നാഫിഅ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫയംളി അലാ ഹാലിഹി വാദിഅൻ ഇസ്ബഅൈഹി ഫീ ഉദ്നൈഹി ഹത്താ ഖുൽതു ലാ. ഞാൻ ഇല്ല നബിയെ, ഇല്ല ഇബ്നു ഉമർ, ഇപ്പോൾ കേൾക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത് വരെ അദ്ദേഹം
ഈ പ്രകാരം ചെവിയിൽ വിരൽ വെച്ചുകൊണ്ടാണ് നടന്നു നീങ്ങിയത് എന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ജീവിതത്തിൽ സഹാബത്ത് കാണിച്ച വറഇന്റെ ഉന്നതമായ രൂപം സഹീഹായ സനദോടുകൂടി ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ വിചാരിക്കുന്നത് ഈ കാണുന്ന പലതും, ഈ കേൾക്കുന്ന പലതും, ഇവിടെ സംഭവിക്കുന്ന പലതും എനിക്കാകാം, എനിക്ക് പറ്റും എന്നാണ്. യഥാർത്ഥത്തിൽ നാം ഓർക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12ാമത്തെ സ്റ്റെപ്പിൽ കയറി നിൽക്കുന്ന നാം ഓർക്കേണ്ടത് നമുക്കാവില്ല, നമുക്ക് പാടില്ല എന്ന് തന്നെയാണ്. ഇത് അനേകം സംഭവങ്ങൾ ഇതുപോലെയുള്ളത് ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനൊരു അമുസ്ലിമായ അടിമയുണ്ടായിരുന്നു. ഇസ്ലാമിക ശരീഅത്തിലെ നിയമമനുസരിച്ച് അമുസ്ലിമായ അടിമയിൽ നിന്ന് ജിസിയ അല്ലെങ്കിൽ നികുതി വാങ്ങാം എന്നാണ്. ആ അടിമയിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു സംഖ്യ നികുതിയായി വാങ്ങി. ആ നികുതിയായി വാങ്ങിയ സംഖ്യ കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം വാങ്ങി. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അടിമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് വരുന്നു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു, അതദരി. അബൂബക്കർ സിദ്ദീഖിനോട് അദ്ദേഹം ചോദിച്ചു, അതദരി മഹാദ. അബൂബക്കർ സിദ്ദീഖ്, അങ്ങേക്കറിയാമോ അങ്ങ് ഇപ്പോൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന്? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, നീ തന്ന പണം കൊണ്ട് ഞാൻ വാങ്ങിയ ഭക്ഷണമാണ്. ഈ അടിമ മറുപടി പറഞ്ഞു, കുന്തു തകഹൻതു ലിഇൻസാനിൻ ഫിൽ ജാഹിലിയ്യ വമാ ഉഹ്സിനുൽ കഹാന. ഞാൻ ജാഹിലിയ്യ കാലത്ത് ഒരു മനുഷ്യന് ഭാവി പറഞ്ഞു കൊടുത്തു, ജ്യോത്സ്യപ്പണി നടത്തിക്കൊടുത്തു. എനിക്ക് ആ പണിയൊന്നും അറിയുമായിരുന്നില്ല. ഞാൻ അറിയുമെന്ന് അഭിനയിച്ചു, അവനെ വഞ്ചിച്ചു. എന്നിട്ട് അവൻ എനിക്ക് തന്ന പണം, ആ പണമാണ് ഇപ്പോൾ ഞാൻ താങ്കൾക്ക് ജിസിയായി തന്നത്, നികുതിയായി തന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ താങ്കൾ ഭക്ഷണം വാങ്ങി കഴിച്ചത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈ അടിമ പറയുകയാണ്. എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന് നാം മനസ്സിലാക്കുക. ഇമാം ബുഖാരി ഉദ്ധരിച്ച സഹീഹായ സംഭവമാണ്. ഫഅദ്ഖല അബൂബക്കർ യദഹു ഫഖാഅ കുല്ല ഷൈഇൻ ഫീ ബത്നിഹി. അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹത്തിന്റെ വായയിലേക്ക് കൈകടത്തി വായയിലുള്ളത് മുഴുവൻ ഛർദ്ദിപ്പിച്ചു കളഞ്ഞു എന്ന്. നോക്കൂ സഹോദരന്മാരെ, എന്തായിരിക്കണം ഒരു വിശ്വാസിയുടെ മനോഭാവം, തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അവസ്ഥ എന്തായിരിക്കണം എന്നാണ് ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്. ഭരണാധികാരികളായപ്പോൾ പോലും അവർക്കുണ്ടായിരുന്ന ഈ വറഇന്റെ ഉന്നതമായ രൂപം പലപ്പോഴും പലരും പറയുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്യാറില്ല എന്നതാണ് സത്യം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം മദീനയിൽ അതിശക്തമായി തണുപ്പ് വന്നപ്പോൾ മദീനയിലെ സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം രോമവസ്ത്രം വാങ്ങി വിതരണം ചെയ്തു. അങ്ങനെ വാങ്ങി വിതരണം ചെയ്തപ്പോൾ നല്ല ഒരു രോമവസ്ത്രം ബാക്കിയായി. ഓരോ കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തർക്കാണ് അദ്ദേഹം വസ്ത്രം കൊടുത്തത്. ഇത് ബാക്കിയായപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ അഅതി ഹാദാ ഇബ്നത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഉറങ്ങുന്നു വിളിച്ചു. അമീറുൽ മുഅ്മിനീൻ, ഈ ബാക്കിയായ രോമവസ്ത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ മോൾക്ക് കൊടുത്തോളൂ. അല്ലത്തി ഇൻദക, അങ്ങയുടെ അടുത്തുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുണ്ടല്ലോ അങ്ങയുടെ അടുത്ത്, അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ജനങ്ങൾ ഉദ്ദേശിച്ചത് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ കുറിച്ചായിരുന്നു. നബിയുടെ മകളല്ല. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകളായിരുന്നു. ഈ മകളെ ഉമർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്നു. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോൾക്ക് കൊടുത്താൽ ആ വസ്ത്രം, ബാക്കിയുള്ള വസ്ത്രം എന്ന് വെച്ചാൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനാണ് പറയുന്നത്. ഒരു സാധാരണ പെണ്ണല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രിയാണ്.
ആ ഒരു സ്ഥാനം കൂടി വെച്ചാണ് ആളുകൾ പറഞ്ഞത് കൊടുക്കാൻ വേണ്ടി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി, ഉമ്മു സലീത്ത് അഹഖ്, അതിനേക്കാൾ ഈ വസ്ത്രത്തിന് അർഹതയുള്ളത്, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയേക്കാൾ, നബി തിരുമേനിയുടെ പൗത്രിയേക്കാൾ ഈ വസ്ത്രത്തിന് ഏറ്റവും അർഹതയുള്ളത് ഉമ്മു സലീത്ത് റളിയല്ലാഹു അൻഹയാണ്. ആരാണ് അവരെന്നോ? ആ ഉമ്മു സലീത്ത് റളിയല്ലാഹു അൻഹ അൻസാറുകളിൽപ്പെട്ട ഒരു പെണ്ണായിരുന്നു. ആ പെണ്ണിന്റെ പ്രത്യേകതയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടത്തിൽ തിരുമേനിക്ക് ബൈഅത്ത് ചെയ്ത സ്ത്രീയായിരുന്നു എന്നതാണ്. നോക്കൂ നിങ്ങൾ, സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കാൻ ചുറ്റുഭാഗവുമുള്ള പ്രജകൾ മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടും ആ ഭാര്യ തിരുമേനിയുടെ പൗത്രിയായിരുന്നിട്ടും സൂക്ഷ്മതയുടെ കാരണത്താൽ ഭരണരംഗത്ത് ഇവർ കാണിച്ച, ഉമർ ഇബ്നുൽ ഖത്താബ് കാണിച്ച പ്രത്യേകത. എന്നിട്ട് ഉമ്മു സലീത്തിനെ കുറിച്ച് റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വാചകം കൂടി ചേർത്ത് പറഞ്ഞു. അവർ നബി തിരുമേനിക്ക് ബൈഅത്ത് ചെയ്തു എന്നത് മാത്രമല്ല, ഇന്നഹാ കാനത് തസ്ഫറു ലനൽ ഖിറബ യൗമ ഉഹുദ്, ഉഹുദ് യുദ്ധ ദിവസം ഞങ്ങൾക്ക് വേണ്ടി തോൽപാത്രത്തിൽ വെള്ളം ചുമന്ന് കൊണ്ടുവന്നിരുന്നു ഉമ്മു സലീത്ത് റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ഈ ബാക്കിയുള്ള വസ്ത്രം കൊടുക്കാൻ കിട്ടാൻ അർഹത അവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കാതെ, തിരുമേനിയുടെ പൗത്രിക്ക് കൊടുക്കാതെ വറയ് കാണിക്കുകയാണ് ഭരണാധികാരിയായിട്ട് പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹായ സംഭവമാണ്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ചുരുക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ, സഹാബത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള, നാം ഈ വിശദീകരിച്ചതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളമാണ്. നാം മനസ്സിലാക്കേണ്ടത് ഈ വറഅ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഉണ്ടാക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വറഅ് ഉണ്ടാക്കിത്തരും. ആ വറഇൽ നിന്നാണ് യഥാർത്ഥത്തിൽ സുഹദ് ഉണ്ടാകേണ്ടത്. ഞാൻ ഈ വിഷയം, ഈ പരമ്പര ആരംഭിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, യഥാർത്ഥത്തിൽ വിരക്തിയുടെയും സൂഫിസത്തിന്റെയും ഒക്കെ കഥ പറയുന്ന സൂഫികൾ അവര് മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് ത്വരീഖത്തിന്റെയും സൂഫിസത്തിന്റെയും ഒക്കെ ആളുകൾ ഗ്രഹിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നാം സുഹദിലേക്ക് എത്തേണ്ടത്, വിരക്തിയിലേക്ക് എത്തേണ്ടത് ഒരു ഷെയ്ഖിന്റെയോ അല്ലെങ്കിൽ ഒരു ഷെയ്ഖിന്റെ ഏതെങ്കിലും ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ടോ മുരീദായിക്കൊണ്ടോ അല്ല, മറിച്ച് ഈ രൂപത്തിലുള്ള ജീവിതത്തിലേക്ക് വന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഈ രൂപത്തിലുള്ള ജീവിതത്തിലേക്ക് എത്തി ആ വറയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് വിരക്തിയും അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള അനുരാഗവും ഒക്കെ കുറഞ്ഞു വരേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. അതല്ലാതെ നാം കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്ന സുഹദോ അല്ലെങ്കിൽ വിരക്തിയോ യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. ഈ വറഇന്, ഈ രൂപത്തിലുള്ള ഈ വറഅ് എന്ന ഗുണത്തിന്, ഈ വറഅ് എന്ന വിശേഷണത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ കൂടി നാം എണ്ണി മനസ്സിലാക്കുക. അതിലൊന്നാമത്തേത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നതാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ എല്ലാ സമയത്തുമുള്ള ബേജാറ് റബ്ബിന്റെ അദാബിനെ കുറിച്ചായിരിക്കണം. വറഉള്ള ഒരു മനുഷ്യന്, നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി, അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗുണം എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ സിറാത്തിലൂടെ വളരെ വേഗത്തിൽ നടന്നു പോകാൻ സാധിക്കുമെന്ന സമാധാനമാണ്. വലിയ ഭാരമൊന്നും തന്റെ മുതുകിലില്ലല്ലോ എന്ന സമാധാനമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഗുണം യകുഫു അനിൽ ഹറാം, ഹറാമിൽ നിന്ന് അവൻ തടയപ്പെടും എന്നതാണ്. സ്വയം വറഅ് എന്ന അവസ്ഥ ഉണ്ടായാൽ ഹറാമാകാൻ പോകുന്ന കാര്യത്തിൽ നിന്ന് പോലും മനുഷ്യൻ മാറി നിൽക്കും. അപ്പൊ ഹറാമിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ സാധിക്കും. മൂന്നാമത്തെ ഗുണം യുബ്ഇദുഹു അൻ ഇശ്ഗാലിൽ വഖ്തി ഫീമാ ലാ യുഫീദ്, ഉപകാരമില്ലാത്ത കാര്യത്തിൽ നിന്ന്, ഉപകാരമില്ലാത്ത കാര്യത്തിന് സമയം ചെലവഴിക്കുന്നതിൽ നിന്ന് അവന് അകലാൻ സാധിക്കും. കാരണം അവനെപ്പോഴും തന്റെ സമയത്തെക്കുറിച്ച് പൂർണ്ണ ബോധവാനായിരിക്കും. നാലാമത്തെ കാര്യം യജ്ലിബു മഹബ്ബത്തല്ലാഹ്, അള്ളാഹുവിന്റെ സ്നേഹം അവന് കിട്ടും. കാരണം അള്ളാഹുവിന് വേണ്ടിയാണ് അവൻ
ഉപേക്ഷിക്കേണ്ടതില്ലാത്ത കാര്യം പോലും ഉപേക്ഷിക്കേണ്ട ഒന്നിലേക്ക് എത്തിച്ചേരുമോ എന്ന ഭയത്തോടുകൂടി ഉപേക്ഷിക്കുന്നത്. 5-ാമത്തെ ഗുണം, അവന് ദുആക്ക് ഉത്തരം കിട്ടും എന്നാണ്. കാരണം വറഉള്ള ഒരു മനുഷ്യന്റെ ഭക്ഷണവും അവന്റെ വസ്ത്രവും അവന്റെ ജീവിതത്തിന്റെ അഖിലവും മുഴുവൻ ഹലാലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആക്ക് ജവാബ് കിട്ടാൻ, ഇസ്തിജാബത്ത് കിട്ടാൻ, ഉത്തരം കിട്ടാൻ കാരണമായി പറഞ്ഞ ഏറ്റവും വലിയ ഗുണവും അത് തന്നെയാണ്. 6-ാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി അവന് ലഭിക്കുകയും അവന്റെ നന്മകൾക്ക് വർധനവ് സംഭവിക്കുകയും ചെയ്യും എന്നതാണ്. പലപ്പോഴും ഈ നന്മകൾ നാം ധാരാളം ചെയ്യും, പക്ഷേ അതൊരു വർധനവില്ലാത്ത രൂപത്തിൽ നമുക്ക് തന്നെ അനുഭവപ്പെടും. കുറച്ച് ചെയ്യും, പക്ഷേ നമുക്ക് ധാരാളം ചെയ്തു എന്ന ഒരു അനുഭവം ഉണ്ടാകും. അത് അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുണ്ടാകാൻ വളരെ കാരണമാകും. 7-ാമതായി, യതഫാവത്തുന്നാസു ഫി ദറജാതി ഫിൽ ജന്ന, ഈ വറഉള്ള മനുഷ്യന് ജന്നത്തിൽ ലഭിക്കുന്ന പദവികൾ, മനുഷ്യന്, മുഅ്മിനായ മനുഷ്യന് സ്വർഗത്തിൽ ലഭിക്കുന്ന ഗ്രേഡ് ഈ വറഇന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് ഉന്നതമായ ഗ്രേഡ് ലഭിക്കാൻ അവന് കാരണമാകും എന്നതാണ്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഈ ദുനിയാവിനെ കുറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ മനസ്സിനെ ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് പറിച്ചു നടുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള ഒരു ശക്തമായ വിചാരത്തിലേക്ക് അവൻ കടന്നു വരികയും ചെയ്താൽ അവന്റെ മുമ്പിൽ ഈ വറഇന്റെ വാതിലുകൾ അള്ളാഹു അവന് തുറന്നു കൊടുക്കും. ഇതൊരു വിഷയമായി പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ഈ വറഇന്റെ വാതിൽ നമുക്കെങ്ങനെ തുറന്നു കിട്ടും എന്ന് നാം മനസ്സിലാക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, കൃത്യമായി ഹലാലായ കാര്യം നമ്മുടെ മുമ്പിലുണ്ട്, കൃത്യമായി ഹറാമായ കാര്യവും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഹലാലായ കാര്യങ്ങളിലേക്ക് എത്താൻ, അത് ചെയ്യാൻ, അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഹലാലായ വസ്ത്രം, നല്ല പണം കൊണ്ട് വാങ്ങിയ വസ്ത്രം, ഹറാമല്ലാത്ത പട്ടുവസ്ത്രമല്ലാത്ത നല്ല വസ്ത്രം, അത് ധരിക്കുന്നത് ഹലാലാണ് എന്ന് നമുക്കറിയാം. നേരായ മാർഗത്തിലൂടെ ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്ത് വിവാഹം ചെയ്ത് അവളുമായി ബന്ധപ്പെടുന്നത് ഹലാലാണ് എന്ന് നമുക്കറിയാം. അനന്തരാവകാശ സ്വത്തായി നമുക്ക് നമ്മുടെ പിതാക്കളിൽ നിന്ന് കിട്ടുന്ന സ്വത്ത് ഉപയോഗിക്കുന്നത് ഹലാലാണ് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ആരെങ്കിലും ഔദാര്യമായി നമുക്ക് തന്നത്, നമുക്ക് പ്രസന്റായി തന്നത് ഉപയോഗിക്കുന്നത് ഹലാലാണ് എന്ന് നമുക്കറിയാം. ഹലാലായ രൂപത്തിൽ കച്ചവടം ചെയ്ത് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഹലാലാണ് എന്ന് നമുക്കറിയാം. ഇതൊക്കെ ഹലാലാണെങ്കിൽ ഇതിന്റെ നേരെ വിപരീതമാണ് ഹറാമുകൾ എന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് ധരിച്ചുകൂടാത്ത പട്ടുവസ്ത്രം ധരിക്കുന്നത് ഹറാമാണ് എന്ന് നമുക്കറിയാം. നമുക്ക് ഭക്ഷിച്ചുകൂടാത്ത ശവവും പന്നിമാംസവും ഒക്കെ തിന്നുന്നത് ഹറാമാണ് എന്ന് നമുക്കറിയാം. കുടിച്ചുകൂടാത്ത ലഹരി വസ്തുക്കൾ കുടിക്കുന്നത് ഹറാമാണ് എന്ന് നമുക്കറിയാം. ആളുകളുടെ സമ്പത്ത് വഞ്ചനയിലൂടെയോ തട്ടിപ്പിലൂടെയോ അതല്ലെങ്കിൽ കളവ് നടത്തിയോ പിടിച്ചെടുക്കുന്നത് ഹറാമാണ് എന്ന് നമുക്കറിയാം. കൈക്കൂലിയും അതുപോലെയുള്ള മുഴുവൻ അവസ്ഥകളും ഹറാമാകുന്നു എന്ന് നമുക്കറിയാം. ഇവിടെ ഹലാലും ഹറാമും വ്യക്തമാണ്. എന്നാൽ സഹോദരങ്ങളെ, വറഅ് നമുക്ക് നൽകുന്ന ഗുണം ഇതിനിടയിൽ ചിലതുണ്ട്. തിരുമേനി വിശദീകരിച്ചതുപോലെ മുഷ്തബിഹാത്തുകൾ എന്ന് പറയുന്ന ചിലത്, അതിൽ നിന്ന് നാം നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുക എന്നതാണ് വറഅ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗുണം. ഇതിനിടയിലുള്ളത് അതേതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പൂർണ്ണമായി സാധിക്കാത്ത ചിലതാണ്. ഉദാഹരണം, നമുക്കറിയാം, പല രൂപത്തിലുള്ള മുഷ്തബിഹാത്തുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. പലരും വിളിച്ചു ചോദിക്കും, ഇതെന്താണ്, അത് ശരിയാണോ, ആ ലോൺ ശരിയാണോ, ആ ബാങ്കിന്റെ ലോൺ ശരിയാണോ, ഈ രീതി ശരിയാണോ എന്ന്. നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉദാഹരണം പണ്ഡിതന്മാർ പറഞ്ഞത് തന്നെ ധാരാളമുണ്ട്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹറാമ് കൃത്യമാണ്, ഹലാലും കൃത്യമാണ്. അതിനിടയിൽ ഈ കൃത്യമല്ലാത്ത കാര്യങ്ങളിൽ കിടന്ന് നാം വല്ലാതെ കളിക്കേണ്ടതില്ല. അത് കൃത്യമല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന് നാം ഓർക്കുക. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നമുക്കതിൽ കൃത്യമായ ഉദാഹരണമാണ്.
തിരുമേനി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഇരിക്കുന്ന വിരിപ്പിൽ കാണുന്ന കാരക്ക നബിക്ക് വിശക്കുന്നുണ്ട്. വിശപ്പോട് കൂടി ആ കാരക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കും. പക്ഷേ തിന്നാൻ വേണ്ടി ഭാവിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് ഇത് സദഖയിൽപ്പെട്ടതായി പോകുമോ എന്ന സംശയത്താൽ അത് ഉപേക്ഷിക്കും, അതൊഴിവാക്കും. ചിന്തിച്ചു നോക്കൂ, അവിടെ ഹലാലാണോ ഹറാമാണോ എന്ന് ഉറപ്പില്ലാത്ത വിഷയമാണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കിയത് എന്ന് നാം മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ ചില സംഗതികളുണ്ട് നാം ശ്രദ്ധിക്കേണ്ട, വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ. ചിലതിൽ ഹറാമും ഹലാലും നമുക്ക് ഒരുപോലെ അനുഭവപ്പെടും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നാം അത് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തോന്നും ചിലപ്പോൾ അത് ഹറാമാണ്, ചിലപ്പോൾ തോന്നും അത് ഹലാലാണ്. എന്താണ് ചെയ്യേണ്ടത്? നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. സമ്പൂർണമായ ഒരു ഉറപ്പില്ലാത്ത കാര്യമാണെങ്കിൽ ഒഴിവാക്കുന്നതാണ് വറഇന്റെ ലക്ഷണമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഉദാഹരണം, ഒരു വിഷയത്തിൽ, ഒരു കാര്യത്തിൽ ഹറാമായ കാര്യവും ഹറാമായ ഒരു കാരണവുമുണ്ട്, ഹലാലായ ഒരു കാരണവുമുണ്ട് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അടിസ്ഥാനപരമായി അത് ഹറാമാണെന്ന് കരുതി ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പറഞ്ഞു തന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരാൾ ബിസ്മി ചൊല്ലി അമ്പെയ്തു എന്ന് വെക്കുക, അല്ലെങ്കിൽ വെടിവെച്ചു എന്ന് വെക്കുക. ഒരു വേട്ടയാടാൻ വേണ്ടി വെടിവെച്ചു. ഇസ്ലാമിക നിയമപ്രകാരം ആ അമ്പ് കൊണ്ട് വീണ പക്ഷി അല്ലെങ്കിൽ ജന്തു നമുക്ക് ഹലാലാണ്, ഭക്ഷിക്കാം, ഒരു വിരോധവുമില്ല. അതല്ലെങ്കിൽ ബിസ്മി ചൊല്ലി ഒരാൾ ഒരു വേട്ടനായയെ വിട്ടു എന്ന് വെക്കുക. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമപ്രകാരം നിങ്ങൾ വേട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന നായ, ആ നായ കൊണ്ട് നിങ്ങൾ വേട്ടയാടുമ്പോൾ ബിസ്മി ചൊല്ലി നായയെ വിട്ട് വേട്ടയാടി നായ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാണ്. അതാണ് ഇസ്ലാമിന്റെ നിയമം. ശരി, നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾ വേട്ടയാടിയ നിങ്ങൾ വേട്ടക്കയച്ച നായ ഒരു മൃഗത്തെ പിടിച്ചു എന്ന് വെക്കുക. നിങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ആ നായയുടെ തൊട്ടടുത്ത് വേറൊരു നായയുണ്ട്. ഏത് നായയാണ് ഈ വേട്ടമൃഗത്തെ പിടിച്ചത് എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. എന്റെ നായയാകാം, ഞാൻ വേട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന എന്റെ നായയാകാം, ബിസ്മി ചൊല്ലി ഞാൻ അയച്ച നായയാകാം, അല്ലെങ്കിൽ അവിടെ കാണുന്ന സാധാരണ ഒരു നായയാകാം. ഏതാണെന്ന് എനിക്കുറപ്പില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ നായ വേട്ടയാടിക്കൊണ്ടുവന്നത് എനിക്ക് ഹലാലാണ്. പക്ഷേ ഇവിടെ ഞാൻ സംശയത്തിലാവുകയാണ്. ഏത് നായയാണ് ഇത് ചെയ്തത്, ഇത് വേട്ടയാടിയത് എന്ന് എനിക്കുറപ്പില്ല. ഞാൻ ചെയ്യേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ്. നിങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അമ്പെയ്തു അല്ലെങ്കിൽ വെടിവെച്ചു, നിങ്ങൾക്കൊരു പക്ഷിയെ വേട്ടയാടാൻ സാധിച്ചു. നിങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ആ പക്ഷി വീണത് ചെന്ന് നോക്കുമ്പോൾ ഒരു കുളത്തിലാണ് എന്ന് സങ്കല്പിക്കുക. ഈ പക്ഷി കുളത്തിൽ വീണ് കിടക്കുന്നതായാണ്, ജീവൻ പോയതായാണ് നിങ്ങൾക്ക് കണ്ടത്. നിങ്ങളുടെ അമ്പ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വെടികൊണ്ട് ജീവൻ പോയാണ് ഈ പക്ഷി വീണത് എങ്കിൽ അതിനെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. അതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം. പക്ഷേ നിങ്ങൾക്ക് ഒരു ചെറിയ വിചാരം അവിടെ ഉണ്ടാകുന്നത് നല്ലതാണ്. ആ പക്ഷി വീണത് ഈ വെള്ളത്തിൽ വീണ് ആ വെള്ളത്തിൽ മുങ്ങിയ കാരണത്താലാണ് ഈ പക്ഷിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്കിൽ അത് നിങ്ങൾ ഭക്ഷിക്കുന്നത് ഹറാമാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, ഇത് ഏതാണ്, എങ്ങനെയാണ്? എന്റെ അമ്പ് കൊണ്ടാണോ വീണത്, എന്റെ വെടി കൊണ്ടാണോ ഇത് മരിച്ചു ജീവൻ പോയത്? അതല്ല, ഈ കുളത്തിൽ വീണ് വെള്ളത്തിൽ മുങ്ങിയാണോ ജീവൻ പോയത് എന്നറിയാത്ത സന്ദർഭം എന്താണ് ചെയ്യേണ്ടത്? നാം പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വറഇന്റെ പേരിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഹറാമിലേക്ക് അടുത്തത് ആണ് എന്ന നിലക്ക് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ്. ഇത് തന്നെയാണ് ഈ വിഷയത്തിലൊക്കെ നിങ്ങൾ കാണേണ്ട ഏത് പുതിയ ആധുനിക വിഷയങ്ങളിലും ഹറാമാണെന്നോ ഹലാലാണെന്നോ കൃത്യമായി വ്യക്തതയില്ലാത്ത, വ്യക്തമായ ചിത്രമില്ലാത്ത വിഷയങ്ങളിൽ നമ്മുടെ സമീപനം ഇതായിരിക്കണം എന്ന് പറയാനാണ് ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വറഅ് എന്നത്, അതിസൂക്ഷ്മത എന്ന് പറയുന്നത്
വാജിബായ കാര്യം ഉപേക്ഷിക്കുന്നതിലേക്ക് എത്തുന്ന ഒരവസ്ഥ വരരുത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. ഒരു ഉദാഹരണം കൂടി പറയട്ടെ. പണ്ഡിതന്മാർ പറഞ്ഞു തന്ന ഒരു ഉദാഹരണം. ഒരു മനുഷ്യൻ ഒരു വീട്ടിലേക്ക് കടന്നു വരുന്നു. അവിടെ ഒരു വിരിപ്പ് വിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ മനുഷ്യന് നമസ്കരിക്കാൻ സമയമായിട്ടുണ്ട്. ഈ ആഗതനറിയാം അവിടെ കൊച്ചുകുട്ടികളുണ്ട് എന്ന്. ഈ മനുഷ്യൻ പറയുകയാണ്, ഞാനിവിടെ നിസ്കരിക്കുകയില്ല, കാരണം ഈ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട് എന്ന് എനിക്കറിയാം. ചെറിയ കുട്ടികൾ ഈ വിരിപ്പിൽ മൂത്രമൊഴിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക എന്ന ആ ഇസ്ലാമികമല്ല. അത് ഉപേക്ഷിക്കേണ്ട വറആണ്. കാരണം വാജിബായ ഒരു കാര്യമാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. നിർബന്ധമായ നമസ്കാരമാണ് അത്. ഈ വീട്ടിലെ ഈ വിരിപ്പിൽ ഇവിടെയുള്ള കുട്ടികൾ മൂത്രമൊഴിച്ചിട്ടുണ്ടാകാം എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശറഈയായ വറഇൽപ്പെട്ടതല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അടിസ്ഥാനപരമായി ആ വിരിപ്പ് അടിസ്ഥാനപരമായി അത് ശുദ്ധിയുള്ളതാണ്. അതിന് അശുദ്ധിയായിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരാത്ത കാലത്തോളം അത്തരത്തിലുള്ള ഒരു വറഇന്റെ പേരിൽ ആ വിരിപ്പിൽ നമസ്കരിക്കുക എന്നത് ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെയാണ് ഹറാമും ഹലാലും കലർന്ന ധനത്തിന്റെയും അവസ്ഥ. ഒരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പലിശക്കച്ചവടം നടത്താറുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അയാൾ നല്ല ബിസിനസ്സും നടത്തുന്നുണ്ട്. ആളുകളോട് പലിശ വാങ്ങി അയാൾ പലിശക്ക് പണം വാങ്ങി അയാൾ ആ രൂപത്തിലുള്ള കച്ചവടം നടത്തുന്നുണ്ട്. നല്ല ബിസിനസ്സും അയാൾ നടത്തുന്നുണ്ട്. അഥവാ അയാളുടെ അടുത്ത് ഹലാലുമുണ്ട് ഹറാമുമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഒരാൾ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, ഒരു ഉദാഹരണം. അല്ലെങ്കിൽ അയാളുടെ സമ്പത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു. നാം എന്തു ചെയ്യണം? പണ്ഡിതന്മാർ കൃത്യമായ ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിവരിച്ചു തന്നത് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കണം. അവിടെ ആ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് അനുവദനീയമാണ്, വിരോധമില്ല. എപ്പോൾ ആ മനുഷ്യന്റെ സമ്പത്തിലെ ഹറാമ് ഹലാലിനേക്കാൾ കുറവാണ് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ, അഥവാ ഇയാളുടെ പലിശ ബിസിനസ് ഇയാളുടെ മറ്റേ ബിസിനസ്സിനേക്കാൾ കുറവാണ്, ചെറുതാണ്, നിസ്സാരമാണ് മറ്റു ബിസിനസ്സുമായി ബന്ധപ്പെടുത്തുമ്പോൾ എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ്. എന്നാൽ ഏറ്റവും നല്ലത് വറഇന്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് നാം ഭക്ഷണം കഴിക്കാതിരിക്കുക തന്നെയാണ്. പണ്ഡിതന്മാർ ഓരോരുത്തരായി അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ലാ ബഅസ അൻ യുഅകല മിൻഹു മാ ലം യഅരിഫ് അന്നഹു ഹറാമുൻ ബിഐനിഹി. തനിക്ക് തരുന്ന ഭക്ഷണം കൃത്യമായി അത് ഹറാമല്ല, അത് ഹറാമാണ് എന്ന് ബോധ്യമാകാത്ത കാലത്തോളം അവൻ അവിടെ വെച്ച് ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല എന്നാണ് ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇമാം സുഫിയാനുസ് സൗരി പറയുന്നത്, തർക്കുഹു അഅജബു ഇലയ്യ, ആ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവങ്ങൾ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, ഫിൽ മാലിൽ മുഷ്തബഹി ഹലാലുഹു ബിഹറാമിഹി. ഈ പരസ്പര സാദൃശ്യമുള്ള ഹലാലാണോ ഹറാമാണോ എന്നറിയാത്ത ഒരു സമ്പത്ത്, ഇൻകാനൽ മാലു കസീറൻ അഖ്റജ മിൻ ഖദരിൽ ഹറാം വതസറഫ ഫിൽ ബാഖി. നമ്മളൊരു സമ്പത്ത് നമുക്ക് കിട്ടി എന്ന് വെക്കുക, അതിൽ കുറെ ഹറാമുമുണ്ട് ഹലാലുമുണ്ട്, നമുക്ക് കൃത്യമായി അറിയില്ല എങ്കിൽ നാം ചെയ്യാൻ ശ്രമിക്കേണ്ടത് എന്ത് എന്ന് ഇമാം അഹ്മദ് പഠിപ്പിക്കുന്നു. അതിലുള്ള ഹറാമിന്റെ തോത് നിങ്ങൾ അതിൽ നിന്ന് മാറ്റിവെക്കുക. എന്നിട്ട് അതിൽ ബാക്കി വരുന്ന ഹലാല് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഇനി വഇൻകാനൽ മാലു ഖലീലൻ, അത് സമ്പത്ത് കൂടുതലുണ്ടെങ്കിലേ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുറേ സമ്പത്തുണ്ട്, ആ സമ്പത്തിൽ ഹറാമും ഹലാലും ഏതെന്ന് കൃത്യമായി വ്യക്തതയില്ല എങ്കിൽ ഹറാമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അത്രയും തോത് നിങ്ങൾ അതിൽ നിന്ന് മാറ്റിവെക്കുകയും ബാക്കിയുള്ളത് ഉപയോഗിക്കുകയും ചെയ്യുക. ഇനി അത് ചെറിയ സമ്പത്താണെന്ന് വെക്കുക, ഹറാമും ഹലാലും കൂടിയ ചെറിയ സമ്പത്താണെങ്കിൽ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. വഇൻകാനൽ മാലു ഖലീലൻ ഇജ്തനബഹു കുല്ലഹു, അതിനെ മുഴുവൻ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. ഇത് നാം വളരെ കൃത്യമായി മനസ്സിലാക്കുക. ചുരുക്കത്തിൽ മുഖ്തലിത്തായ അഥവാ കൂടിക്കലർന്ന ഹറാമും ഹലാലും കൂടിക്കലർന്ന വിഷയത്തിൽ നാം എന്തു ചെയ്യണം എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം. സമ്പത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും നാം ഈ വിഷയം കൃത്യമായി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന നിലക്കാണ് നാം
ഉൾക്കൊള്ളേണ്ടത് പലപ്പോഴും ആധുനികമായ പല വിഷയങ്ങളിലും ഈ രൂപത്തിലുള്ള ഫത്വകളും വിധികളും ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ വാക്ക് എന്നോർക്കുക. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹലാല് തേടുക എന്നത് അവന് ഫർളാണ്, നിർബന്ധമാണ്. അവന്റെ സ്വന്തം ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും മക്കളുടെയോ കുടുംബത്തിന്റെയോ ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ജീവിതത്തിന്റെ മറ്റേത് വശത്തിന്റെ കാര്യത്തിലായിരുന്നാലും ശരി, ഹലാല് തേടുക എന്നത് അവനെ സംബന്ധിച്ചോളം നിർബന്ധമാണ്. അതുകൊണ്ടാണ് തിരുമേനി കൃത്യമായി പറഞ്ഞു തന്നത്, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ മുഷ്തബിഹാത്തുൻ. ഒന്ന് വളരെ കൃത്യമാണ്, മറ്റേതും വളരെ കൃത്യമാണ്, അതിനിടയിൽ കുറെ മുഷ്തബിഹാത്തുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന്. ആ മുഷ്തബിഹാത്തുകൾ എന്തിനാണ് നമുക്ക് ഉണ്ടാക്കി വെച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വറഇനെ, നമ്മുടെ തഖ്വയെ പരിശോധിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഇനി ചില സമയങ്ങളിൽ ചില ആളുകൾ അനാവശ്യമായ ചില വിഷയങ്ങളിലൊക്കെ എത്തിച്ചേരാറുണ്ട്. ഫുഖഹാക്കൾ അതിന് പറഞ്ഞ ഈ വറഇനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ ഒരു ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ആൾക്കാർ ചിലപ്പോ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അനാവശ്യമായ വിഷയങ്ങൾ, വസ്വാസുകൾ ഉണ്ടാക്കാറുണ്ട്. ഫുഖഹാക്കൾ പറഞ്ഞ ഒരു ഉദാഹരണം, രണ്ടാളുകൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഒരു പക്ഷി പറന്നു വന്നു. ഈ രണ്ടാളുകൾ തമ്മിൽ ഈ പക്ഷിയുടെ വിഷയത്തിൽ ഭിന്നിച്ചു. ഒരാൾ പറഞ്ഞു അത് കാക്കയാണ്, വേറൊരാൾ പറഞ്ഞു അത് വേറെ ഏതോ പ്രാവാണ് എന്ന് പറഞ്ഞ് ഭിന്നിച്ചു. എന്നിട്ട് അവര് പറഞ്ഞു, ഇത് ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വറഇന്റെ വിഷയത്തിൽ കാണിച്ച സൂക്ഷ്മതയാണ് ഈ ഉദാഹരണം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത്. അല്ലാതെ അവർ പറഞ്ഞ ഉദാഹരണത്തിനെ നിസ്സാരവൽക്കരിക്കുകയോ അതിനെ കൊച്ചായി കാണുകയോ പരിഹസിക്കുകയോ ചെയ്യരുത് എന്ന് ഞാൻ പ്രത്യേകമായി പറയുകയാണ്. അതിലൊരാൾ പറഞ്ഞു അത് കാക്കയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി എന്ന്. മറ്റേയാൾ പറഞ്ഞു അത് വേറെ പ്രാവാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി എന്ന്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഫിഖ് കർമ്മശാസ്ത്ര രീതി അനുസരിച്ച് കാക്കയാണ് ആ പറന്നു വന്നത് എങ്കിൽ ഈ മനുഷ്യന്റെ ഭാര്യ തലാഖ് ചെല്ലപ്പെട്ടു കഴിഞ്ഞു. ഇസ്ലാമിന്റെ രീതി, ഇസ്ലാമിക ശരീഅത്തിന്റെ രീതി അതാണ്. ആ പറഞ്ഞത് അങ്ങനെയാണ്. ഇത് കാക്കയല്ല പ്രാവാണ് എങ്കിൽ തലാഖ് ചെല്ലപ്പെട്ടു, അതാണ് രീതി. പക്ഷേ ഫുഖഹാക്കൾ ആ വിഷയത്തെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. രണ്ടാളും കൂടി ഏതാണ് പക്ഷി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പക്ഷിയുള്ള സ്ഥലത്തേക്ക് ഓടി വന്നപ്പോഴേക്കും പക്ഷി മാറിപ്പോയി. എന്തു ചെയ്യും? ഇവിടെ ഈ ആളുകൾ ഉണ്ടാക്കി തീർക്കുന്ന പലതരം പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയാനാണ് പറയുന്നത്. പക്ഷി പാറിപ്പോയി. ഏതാണ് കാക്കയാണെന്നോ പ്രാവാണോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത സന്ദർഭത്തിൽ പാറിപ്പോയി. എന്തു ചെയ്യും? ആരുടെ ഭാര്യയാണ് ത്വലാഖ് ചെല്ലപ്പെടുക? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. അൽ അസ്ലു ബഖാഉൻ നിക്കാഹ് വഹില്ലുൽ മർഅ. ഇതിലുള്ള അടിസ്ഥാനപരമായ കാര്യം അവിടെ ഒരിക്കലും ത്വലാഖ് ഉണ്ടാവുകയില്ല, നിക്കാഹ് തന്നെയാണ് അവിടെ അവശേഷിക്കുന്നത്, ത്വലാഖ് ഉണ്ടാവുകയില്ല എന്നാണ്. അതിന് കാരണം പറഞ്ഞത് രണ്ട് സംഗതികളാണ്. ഒന്ന്, ഈ രൂപത്തിൽ സംശയമുണ്ടാക്കുന്ന, വസ്വാസ് ഉണ്ടാക്കുന്ന വിഷയങ്ങൾ വറഇന്റെ പേരിൽ വിശദീകരിക്കപ്പെടുകയോ പറയുകയോ ചെയ്യാൻ പാടില്ല. രണ്ട്, ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ത്വലാഖ്, നിക്കാഹ് പോലെയുള്ള ഇസ്ലാമിക കാര്യങ്ങൾ ഈ മാതിരിയുള്ള വസ്വാസിന്റെയും നിസ്സാരമായ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൊണ്ടുവരേണ്ട ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വറഇ പറഞ്ഞ ആരും വസ്വാസിലേക്ക് എത്തരുത് എന്ന് പറയാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന വേറൊരു ഉദാഹരണമുണ്ട്. ഒരു വീട്ടിലേക്ക് നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ഉദാഹരണം, ആ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വീട്ടുകാരനോട് ചോദിക്കുകയാണ്, എവിടുന്നാണോ ഈ ഭക്ഷണം വാങ്ങാൻ നിനക്ക് എവിടെ നിന്ന് പൈസ കിട്ടി? ഏത് പണം കൊണ്ടാണ് നീ ഈ ഭക്ഷണം വാങ്ങിയത്? അത് വറഅല്ല, അതൊരു മാന്യമായ രീതിയും സ്വഭാവവുമല്ല. ആ ചോദ്യം പാടില്ല. ആ രൂപത്തിലുള്ള ഒരു വറഅ് ഇസ്ലാമില്ല. കാരണം അത് മുസ്ലിമായ തന്റെ സഹോദരന് ഉപദ്രവമുണ്ടാക്കും, പ്രയാസമുണ്ടാക്കും. അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു ഷക്ക്, അടിസ്ഥാനപരമായ ഒരു മുസ്ലിമിനെ സംശയിക്കുക എന്നൊരു സംഗതി വറഇന്റെ പേരിൽ നമുക്ക് പാടില്ല. അങ്ങനെ ഒരു ഊഹം, അനാവശ്യമായ ഊഹം യഥാർത്ഥത്തിൽ പാടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വറഅ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല എന്ന് പ്രത്യേകം നാം ഓർക്കുക. എന്നാൽ
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹറാമിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ വന്നാൽ, നമ്മൾ ആ വേട്ടപ്പക്ഷിയുടെ ഉദാഹരണം പറഞ്ഞു, അതുപോലെയുള്ള കാര്യങ്ങൾ വന്നാൽ നാം അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കുക. ഇവിടെ ഫുഖഹാക്കൾ പറഞ്ഞു തന്ന വേറൊരു ഉദാഹരണം കൂടി സാന്ദർഭികമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രണ്ടാളുകൾ അറവ് നടത്തി. ഒരാൾ മുസ്ലിമാണ്, ഒരാൾ മുസ്ലിം അല്ല, മുശ്രിക്കുമാണ്. പക്ഷേ ഈ മുസ്ലിമായ മനുഷ്യൻ അറുത്തത് മുസ്ലിമിന് തിന്നാം, മുശ്രിക്കായ മനുഷ്യൻ അറുത്തത് മുസ്ലിമിന് തിന്നാൻ പാടില്ല. ശരി, നമ്മൾ ഇറച്ചി വാങ്ങാൻ വേണ്ടി ചെന്നു, കോഴി വാങ്ങാൻ വേണ്ടി ചെന്നു, നമുക്ക് ഉറപ്പില്ല ഇതാരാണ് അറുത്തത് എന്ന്. മനസ്സിലായല്ലോ? ഉറപ്പില്ല. രണ്ടാളും അവിടെ അറക്കാറുണ്ട്. ഈ കശാപ്പ് ശാലയിൽ മുസ്ലിമും അറക്കാറുണ്ട്, മുശ്രിക്കും അറക്കാറുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഫുഖഹാക്കൾ കൃത്യമായി പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് മാംസത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫലാ തശ്തരി, അവിടെ നിങ്ങളത് വാങ്ങാൻ പാടില്ല, ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഈ വസ്വാസും ഇതും തമ്മിൽ കൂട്ടിക്കലർത്തരുത് എന്നതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ ഇത്ര കൃത്യമായി വിശദീകരിക്കുന്നതും വ്യക്തമാക്കുന്നതും എന്ന് പ്രത്യേകം പറയുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി മറ്റൊരു മുസ്ലിമിനെ സംശയിക്കാൻ പാടില്ലാത്തതാണ്. ആ രൂപത്തിലുള്ള ഒരു വസ്വാസ് വറഇന്റെ പേരിൽ കടന്നു പാടില്ലാത്തതാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ ചില ആളുകളൊക്കെ ചോദിക്കുന്ന ചില ഫത്വകളൊക്കെ യഥാർത്ഥത്തിൽ ഈ വറഅ് എന്ന വിഷയം കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൽ നിന്ന് യഥാർത്ഥത്തിൽ ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭയങ്കരമായ, ചിലപ്പോൾ തോന്നും ഈ മനുഷ്യന് ഈ വിഷയം മാത്രമേ ചോദിക്കാനുള്ളൂ എന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇറാഖിലുള്ള ആളുകൾ വന്ന് ഒരു ചോദ്യം ചോദിച്ചു. പിന്നെ മുഹ്രിമായ അഥവാ ഇഹ്റാമിൽ പ്രവേശിച്ച മനുഷ്യൻ കൊതുകിനെ കൊല്ലാൻ പാടുണ്ടോ ഇല്ലേ? ഇഹ്റാമിൽ പ്രവേശിച്ച ആൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒന്നിനെയും കൊല്ലാൻ പാടില്ല. ചോദിക്കുന്നതാരാ? ഇറാഖികളാണ്. ഇറാഖികളെ സംബന്ധിച്ചിടത്തോളം ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ചോദ്യം കേട്ടപ്പോ ആശ്ചര്യപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ നിർദ്ദയം കൊന്നവരാണ് എന്ത് ചോദിക്കണത്? മുഹരിമായ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് കൊതുകിനെ കൊല്ലാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാചകം, ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ വാചകം, യസ്അലൂനി അൻ ദമിൽ ബഊൽ വഖദ് ഖുതിലു അൽ ഹുസൈൻ വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുമാ റൈഹാനതായ് അൽ ജന്ന. ഇവരെന്നോട് കൊതുകിന്റെ ഇഹ്റാം ചെയ്ത സമയത്ത് കൊതുകിനെ കൊല്ലാൻ പാടുണ്ടോ, കൊതുകിന്റെ രക്തത്തെ കുറിച്ച് ചോദിക്കുന്നു. ഇവരാണ് ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്നത്. ഹുസൈനെ കുറിച്ചും ഹസനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർഗത്തിലെ റൈഹാനത്താണ് എന്നാണ്. ആ ഹുസൈനെ കൊന്നവരാണെന്ത് ഇമാതിരി കൊച്ചു കൊച്ചു ഫത്വകളുമായി എന്റെ മുമ്പിലേക്ക് വരുന്നത് എന്ന്. ചില ആൾക്കാരുണ്ട് ഇങ്ങനത്തെ ചില ആവശ്യമില്ലാത്ത ചോദ്യങ്ങളുമായി വരുന്നവർ. അത്തരം ചോദ്യങ്ങൾക്ക് ഒരു പ്രസക്തിയും ഇസ്ലാമിലില്ല എന്ന് നാം മനസ്സിലാക്കാം. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ ചോദ്യം തന്നെ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വിഷയം എടുത്തു ചോദിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ വന്ന് ചോദിച്ചു, എൻ്റെ ഉമ്മ എൻ്റെ ഭാര്യയെ ഞാൻ ത്വലാഖ് ചെല്ലണമെന്ന് ഭയങ്കരമായി നിർബന്ധിക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉമ്മനെ ഞാൻ അനുസരിച്ചിട്ടില്ലെങ്കിൽ ബിറുൽ വാലിദൈൻ, ഉമ്മാക്ക് പുണ്യം ചെയ്തവൻ നന്മ ചെയ്തവനിൽ പെടുകയില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യണം? ഇമാതിരി ചില ചോദ്യങ്ങൾ നമ്മുടെ ആളുകളും ചോദിക്കാറുണ്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ച ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ അനാവശ്യമായ ചോദ്യങ്ങളുടെയും ഈ മാതിരിയുള്ള സംശയങ്ങളുടെയും മുമ്പിൽ നമുക്കുണ്ടായിരിക്കേണ്ട സമീപനം എന്ത് എന്നറിയാനാണ് അദ്ദേഹം പറഞ്ഞത്. ഇൻകാന ബർറ ഉമ്മുഹു ഫീ കുല്ലി ഷൈഇൻ വലം യബ്ഖ മിൻ ബിർരിഹാ ഇല്ലാ ത്വലാഖു സൗജതിഹി ഫൽയഫ്അൽ. ഉമ്മാനോട് ചെയ്യേണ്ട എല്ലാ നന്മയും നീ ചെയ്തോ, എല്ലാം, ഇനി ബാക്കി ഇത് മാത്രമേ ഉള്ളൂ, എന്നാ അതും കൂടി ചെയ്തു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം, ഉമ്മാനെ ഭയങ്കരമായി ഉപദ്രവിച്ചിട്ടുണ്ടാവും, ഉമ്മാക്ക് ചെയ്യേണ്ട ഒരു നന്മയും ചെയ്തിട്ടുണ്ടാവില്ല, ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടാവും. അതൊന്നും ചോദ്യമല്ല. ചോദ്യം എന്താ? ഉമ്മനോട് ഇത് പറയുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്നാണ്.
ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ശരീഅത്തിലെ വറഅ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല എന്ന് നാം മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഈ വറഅ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഇത് നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം. വറഅ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ നിർവചനമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഖദ് യളുറു എന്ന് ഞാൻ എൻ്റെ ശരിക്ക് ഭാഷാപരമായ സംഗതി കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. ഉപദ്രവത്തിന് പൂർണ്ണമായും സാധ്യതയുള്ളതും ഉപദ്രവത്തിന് ഉറപ്പായി ഉപദ്രവമാകുന്നതും ഉപദ്രവത്തിന് സാധ്യതയുമുള്ള കാര്യങ്ങളെ ഒഴിവാക്കലാകുന്നു യഥാർത്ഥത്തിൽ വറഅ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു നിർത്തിയ ഒരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. വറഅ് എന്ന വിഷയം പഠിച്ചാൽ പിന്നെ നാം എന്തായിരിക്കണം, നമ്മുടെ സ്വഭാവം എന്തായിരിക്കണം, അത് ഉൾക്കൊള്ളേണ്ട ഏത് രൂപത്തിലായിരിക്കണം എന്നതിന് അദ്ദേഹം പറഞ്ഞു. കുന്നാ നംസഹു വനദ്ഹകു ഫലമ്മാ സിർനാ യുഖ്തദാ ബിനാ ഖശീതു അല്ലാ യസഅന തബസ്സും. ഞങ്ങൾ ചെറുപ്പത്തിൽ കൈകൊട്ടി ചിരിച്ചിരുന്നവരായിരുന്നു, ഞങ്ങൾ തമാശ കളിച്ചിരുന്നവരായിരുന്നു, പല തമാശയും കളിയൊക്കെ നടത്തുന്നവരായിരുന്നു. പക്ഷേ ഇമാം ഔസാഇ നിങ്ങൾക്കറിയാമല്ലോ, അഹ്ലുസുന്നത്തിന്റെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ് ഫലമ്മാ സിർനാ യുഖ്തദാ ബിനാ, പിന്നീട് ആ ചെറുപ്പക്കാലമൊക്കെ കഴിഞ്ഞു, ഞങ്ങളെ ആളുകൾ പിൻപറ്റപ്പെടുന്ന ഒരവസ്ഥ വന്നു. ഇമാം ഔസാഇ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നു. ഇമാം ഔസാഇ അങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഖശീതു അല്ലാ യസഅന തബസ്സും, പിന്നീട് ഞങ്ങൾ പുഞ്ചിരിക്കാൻ പോലും പേടിച്ചുപോയി എന്നാണ്. ഇതാണ് വറഅ് എന്ന വിഷയത്തിന്റെ അവസാനത്തെ ഭാഗം. ഈ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇമാം ഔസാഇ പറഞ്ഞത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ചെറുപ്പകാലത്ത് ഞങ്ങൾ കൈകൊട്ടി ചിരിച്ചിരുന്നു, തമാശ പറഞ്ഞിരുന്നു, ബഹളം വെച്ചിരുന്നു, ഒക്കെ ചെയ്തിരുന്നു. ജാഹിലിയ കാലത്ത് ആ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ വിഷയം മനസ്സിലാക്കി ആളുകൾ നമ്മളെ നോക്കും, നമ്മളെ ശ്രദ്ധിക്കും. നമ്മൾ ചെയ്യുന്നു എന്ന് കണ്ടാൽ അത് ശരിയാണ് എന്ന് ആളുകൾ കരുതും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ആൾക്കാർ ചോദിക്കും, എന്താ മൂപ്പര് ചെയ്തിട്ടില്ലേ? അവിടെ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. മൂപ്പര് ഇസ്ലാഹി സെന്ററിന്റെ ആളല്ലേ, മൂപ്പര് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇമാം ഔസാഇയുടെ വാക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ അദ്ദേഹം പറയുന്നത് ഖശീതു അല്ലാ യസഅന തബസ്സും, തബസ്സുമിൽ അധികം വന്നു പോകുന്നത്, പുഞ്ചിരിയിൽ അധികം വന്നു പോകുന്നത് ഞങ്ങൾ ഭയപ്പെട്ടു പോയി എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം ഇവിടെ തീർന്നു. 12 കാര്യങ്ങളാണ് നാം മനസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. ഈ 12 കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഒന്നാമത്തേത് ഇഖ്ലാസായിരുന്നു, രണ്ടാമത്തേത് തവക്കുൽ, മൂന്നാമത്തേത് റജാ അഥവാ പ്രതീക്ഷ, നാലാമത്തേത് ഖൗഫ് അഥവാ ഭയം, അഞ്ചാമത്തേത് ശുക്ർ അഥവാ നന്ദി, ആറാമത്തേത് റിദ അഥവാ തൃപ്തി, ഏഴാമത്തേത് സബ്ർ അഥവാ സഹനം, എട്ടാമത്തേത് മുഹാസബത്ത് അഥവാ കൂലി ആഗ്രഹിക്കൽ, ഒമ്പതാമത്തേത് അത്തഫക്കുർ അഥവാ ചിന്ത, പത്താമത്തേത് അൽ മഹബത്ത് അഥവാ സ്നേഹം, 11ാമത്തേത് അത്തഖ്വ അഥവാ സൂക്ഷ്മത, 12ാമത്തേതാണ് അൽ വറഅ് അഥവാ അതിസൂക്ഷ്മത. മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിന്റെ അവസാനത്തെ അറ്റം അതായിരിക്കണം. ഈ 11 സ്റ്റെപ്പുകളിൽ കയറി വേണം 12ലേക്ക് എത്താൻ എന്നുകൂടി പ്രത്യേകം നാം ഓർക്കുക. അതല്ലാത്ത വറഅ് ഗുണം ചെയ്യുകയില്ല. അത് പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഹറാമൊക്കെ ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് വറഇന്റെ പേരിൽ മനുഷ്യനെ ചിലപ്പോൾ പരിഹസിക്കുക, അത് പാടില്ല. ഹറാമുകൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം ഒരു മനുഷ്യൻ വറഇലേക്ക് എത്തേണ്ടത്. ഇഖ്ലാസിൽ നിന്ന് തുടങ്ങി വേണം ഒരു വിശ്വാസി തൻ്റെ മനസ്സിനെ സംസ്കരിക്കാനും നന്നാക്കാനും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി, കേൾക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് തോന്നുന്നുവെങ്കിൽ അവ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മനസ്സിന് വിശദീകരിക്കപ്പെട്ട ഈ ഗുണങ്ങളുടെ എല്ലാം ഉടമകളാകാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ നമ്മെ എല്ലാവരെയും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ അനുയായികളുടെയും കൂടെ
ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.